മനസ്സിലാം. മോഹൻലാൽ നായകനെത്തിയ തുടരും ഒരു മാസം പിന്നിടുകയാണ്. ഇന്ന് 30-ാം ദിനമാണ്. ഇന്ന് ശനിയാഴ്ച കൊടൂര സാറ്റർഡേ ആയി വരുന്നു, സൂപ്പർ സാറ്റർഡേ ആയി വരുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ ഇതിനോടകം തന്നെ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡും പറത്തിക്കൊണ്ട് നടക്കുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു 5-ാം വാരവും തീ ബുക്കിങ്ങും തീ കളക്ഷനുമായിട്ട് വരുന്നു. സിനിമ 27 ദിനങ്ങളിലും 1 കോടിക്ക് മുകളിലാണെങ്കിൽ 28-ാമത്തെ ദിനം 90 ലക്ഷം രൂപയും 29-ാം ദിവസവും 85-90 ലക്ഷം രൂപയും നേടി കുതിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് 30-ാം ദിനത്തിലേക്ക് വരുമ്പോൾ ബോക്സ് ഓഫീസ് കത്തിക്കൽ തുടരുന്നു എന്ന് തന്നെ പറയാം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറുന്ന ചിത്രമായി മാറുന്നു തുടരും എന്നുള്ളത്. അത് തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കുന്നു. 30-ാം ദിനത്തിലും സിനിമയ്ക്ക് രാവിലത്തെ കണക്കുകൾ പറയുന്നു. സിനിമ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വന്നിരിക്കുന്നു. 530ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ട കഴിഞ്ഞപ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ വരുന്നത്. അതെ, ഇന്നലെ സിനിമ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ വന്നത് 532 ഷോകളിൽ നിന്ന് 32,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 51 ലക്ഷത്തോളം എമൗണ്ട് ആയിരുന്നു ഗ്രോസായി വന്നത്. അതായത് 70-75 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലെയും സിനിമയുടെ കളക്ഷൻ. ആദ്യമായിട്ടാണ് 27-ാം ദിനം വരെ സിനിമയ്ക്ക് 1 കോടിയായിരുന്നുവെങ്കിൽ 28-ാം ദിനം 90 ലക്ഷം രൂപയാണ് വന്നത്. പക്ഷേ ഇന്നലെ ഒരു ഇടിവുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നു മുതൽ വീണ്ടും 1 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 117 കോടിക്കടുത്ത് 116 കോടിയോളമാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 20 കോടിയും കഴിഞ്ഞിരിക്കുന്നു. ഓവർസീസിൽ നിന്ന് 93.5-94 കോടിയും നേടി 227 കോടിയാണ് സിനിമ 28-ാം ദിനം നേടിയതെങ്കിൽ 229 കോടിയിലേക്ക് 29-ാം ദിനം എത്തിയിരിക്കുന്നു. അതായത് ഇന്നത്തോടെ സിനിമ 231 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. 250 കോടി എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് എന്നെത്തുമെന്നുള്ള ചോദ്യമാണ്. എന്തായാലും സിനിമ നിങ്ങളിൽ എത്ര പേർ കണ്ടു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറയാം. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ, ഒരു അനക്കവുമില്ലാതെ ഒരു ഹൈപ്പുമില്ലാതെ വന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ തലവര മാറ്റിയ സിനിമ, ഹേറ്റേഴ്സ് ഇല്ലാത്ത സിനിമ, കണ്ടിറങ്ങുന്നവർ ഡീഗ്രേഡേഴ്സ് പോലും ഇല്ലാത്ത ചിത്രം. കാരണം അവർക്ക് പോലും കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള ഒരു സിനിമ. അതെ, അതാണ് തുടരും. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമൊക്കെ. ഇന്ന് തിയേറ്ററിൽ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻസ് ഇടുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരിക. ലാൽ സലാം.